ശ്രീ ഗണപതിയെ നമസ്തേ. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് രോഹിണി നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ പറഞ്ഞു കൊള്ളട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ അത് ലഭിക്കും. കാന്തിക ശേഷിയോട് കൂടിയ വ്യക്തിത്വത്തോടൊപ്പം മെലിഞ്ഞ് അയവുള്ളതും ആകർഷണീയതയും ഉള്ളവരായിരിക്കും കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ. ഹൃദയഹാരിയായ പുഞ്ചിരിയോടൊപ്പം മനോഹരമായ കണ്ണുകളും ഇവർക്കുണ്ടായിരിക്കും. സഹാനുഭൂതിയോട് കൂടിയ ഹൃദയത്തോടൊപ്പം പ്രകൃതി സ്നേഹിയുമായിരിക്കും ഇവർ. അത്യധികം വിനീതനും മര്യാദക്കാരനും കുലീനനും ഒക്കെ ആയിരിക്കും. മറ്റുള്ളവരെ അപേക്ഷിച്ച് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. ഈ വിഭാഗത്തിലുള്ള ആൾക്കാർക്കിടയിൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർ പ്രശസ്തനും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നതുമായ വ്യക്തിയാണെന്നതും യാഥാർത്ഥ്യമാണ്. ഇവരുടെ കഴിവുകളെല്ലാം കാഴ്ചയിലും ആളുകൾ ഉളവാക്കുവാൻ സാധിക്കും. ഇവരുടെ കഴിവുകൾ കൊണ്ട് കാഴ്ചയിൽ ആൾക്കാർക്ക് മതിപ്പുളവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവരെ എളുപ്പത്തിൽ വിശ്വസിക്കും. എന്നാൽ വളരെ ലളിതവും നേർവഴി പോകുന്നതും സത്യസന്ധനും ആയ പ്രകൃതക്കാരനാണ് കാർത്തിക നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. വീട്, സമൂഹം, രാഷ്ട്രം അങ്ങനെയുള്ളവരൊക്കെ ലോകത്തെയും സേവിച്ചു. അതിവരൊക്കെ മുഴുവൻ സ്നേഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. സമർത്ഥനായ ഒരു അഭിനേതാവ് കൂടിയായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ. കല എന്താണെന്ന് അറിയാവുന്ന ക്രിയാത്മകമായ കഴിവുകളോട് കൂടിയ ഒരു കലാപ്രേമിയും കൂടിയായിരിക്കും ഇവർ. അതോടൊപ്പം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കഴിവും ഇവർക്കുണ്ട്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വ്യവസ്ഥയും മൂല്യങ്ങളെയും പൊതുവെ ബഹുമാനിക്കും. അതോടൊപ്പം അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ടായിരിക്കും. ദൃഢനിശ്ചയവും ഉണ്ടായിരിക്കും. അടുത്ത സുഹൃത്തുക്കളുമായി പരമാനന്ദവും സംതൃപ്തിയും ഉള്ളൊരു ബന്ധമായിരിക്കും ഇവർക്കുള്ളത് അത് സുഹൃത്തുക്കളോട് ഒക്കെ. എന്നാൽ പഴയ സിദ്ധാന്തങ്ങളൊന്നും തന്നെ പിന്തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആശയങ്ങളെയും മാറ്റങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവരെപ്പോഴും ജാഗരൂകരും അവബോധമുള്ളവരും ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് രോഗവിമുക്തവും ദീർഘായുസ്സവും ലഭ്യമാകുന്നത്. സാധാരണയായി ഇവർ വികാരങ്ങൾക്ക് അധീനനായി പെട്ടെന്ന് തന്നെ ആളുകളെ വിശ്വസിക്കുന്നു. ഇതിനാൽ ചില സമയങ്ങളിൽ ഇവർ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇത് സത്യസന്ധനാകാനുള്ള ഇവരുടെ അത്യാസക്തി കുറയ്ക്കുകയുമില്ല. നാളത്തെ സമ്മർദ്ദങ്ങളിൽ നിന്നും എപ്പോഴും അകന്ന് നിൽക്കാൻ ഇവർ ശ്രമിക്കും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ചെയ്യുവാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. അത് ക്ഷമയോടെ പൂർത്തിയാക്കാനും ഉള്ള കഴിവുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. ചെറുപ്പകാലത്ത് ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാമെങ്കിലും 38 വയസ്സ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വീണ്ടും തുറന്ന് നമുക്ക് ഒരുപാട് വിശദമായിട്ടൊക്കെ പിന്നീട് വരുന്ന വീഡിയോയിലുണ്ടായിരിക്കും. പല ആളുകൾ പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.